വള്ളസദ്യയോടനുബന്ധിച്ച് നടക്കുന്ന വള്ളപ്പാട്ടാണ് നിങ്ങൾ ഇത്ര നേരവും കേട്ടത്. ഇത് പ്രശസ്തമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ഇനി നമ്മൾ കാണുന്നത് ആറന്മുള പാർത്ഥസാരഥി വള്ളസദ്യയാണ്. വള്ളസദ്യയിലെ പ്രധാന ഭാഗങ്ങളും വളരെ പ്രശസ്തമാണ് ഈ വള്ളസദ്യ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നമ്മളൊരു വൈശാലി ട്രാവൽസിൻ്റെ കൂടെ പോയതുകൊണ്ട് നേരത്തെ ആദ്യം തന്നെ ടിക്കറ്റൊക്കെ കിട്ടി. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വന്ന ഒരുപാട് ആൾക്കാർ ഈ സദ്യ കഴിക്കാൻ വേണ്ടി തിക്കി തിരക്കി നടക്കുകയാണ്. ആചാരങ്ങളൊക്കെ മാറുമല്ലോ. ഇപ്പോൾ ഈ സദ്യ വലിയ ഹോളിൽ നേരത്തെ ഇലയിട്ട് എല്ലാ സാധനവും വിളമ്പി വെക്കുന്നു. അതിനുശേഷം എല്ലാവരും ടിക്കറ്റ് എടുത്ത് ഹാളിനകത്തേക്ക് കയറുകയാണ്. 63 തരം കറി, അതാണ് പ്രധാന ആകർഷണം. ഓരോ സാധനം വിളമ്പുമ്പോഴും സൈഡിലിരുന്ന് കുട്ടികൾ വള്ളപ്പാട്ട് പാടും. ഇപ്പോൾ ചോറ് വിളമ്പുമ്പോൾ ചോറ് വിളമ്പുന്നു എന്ന് പറഞ്ഞാണ് പാടുക. ഒരുപാട് തരം കറികളും കുറേ പായസവും, ശരിക്കും ഗംഭീര സദ്യ തന്നെ. അതിലിടയ്ക്ക് അവിടെയുള്ള ഒരാളോട് പറഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുപ്പിച്ചു. കാരണം ഇത്ര പ്രശസ്തമായ ഈ വള്ളസദ്യ നമ്മളും കഴിച്ചു എന്നത് ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത ഓർമ്മകളാണ്. ഈ സദ്യയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്പൂതിരി, അതായത് മാങ്ങാട്ട് നമ്പൂതിരി, അദ്ദേഹം എല്ലാ മാസവും നമ്പൂതിരിമാർക്കായി സദ്യ കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആരും എത്തിയില്ല. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു നമ്പൂതിരി അവിടെ വരികയും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അടുത്ത മാസവും വരണം, അതിഥിയായി വരണം എന്ന് നമ്പൂതിരി ആവശ്യപ്പെട്ടു. പക്ഷേ ഈ വന്ന അതിഥി സാക്ഷാൽ ശ്രീകൃഷ്ണനാണ് എന്നാണ് വിശ്വാസം. കാരണം അന്ന് രാത്രിയിൽ നമ്പൂതിരിക്ക് ഒരു സ്വപ്നത്തിൽ പറഞ്ഞു, ഞാൻ ആറന്മുളയിലാണ് താമസമെന്നും അവിടെ വന്നാൽ മതിയെന്നും. അതിനുശേഷം തിരുവോണ നാളിൽ ഈ വഞ്ചിയിൽ സാധനങ്ങളുമായി, സദ്യയുടെ സാധനങ്ങളുമായി ഒരു തോണിയിൽ ഇങ്ങനെ വരും. പിന്നീട് ഈ ആചാരമൊക്കെ മാറി ഓരോ കരക്കാർ ഇത് ഏറ്റെടുത്തു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവർ വള്ളത്തിൽ വന്ന ആളുകൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഈ പാട്ട് ഒന്ന് ശ്രദ്ധിക്കാം. വളരെ രസമുണ്ട് കേൾക്കാൻ.
യാത്ര ചോദിക്കുന്നു ഞങ്ങൾ യാത്ര ചോദിക്കുന്നു ഞങ്ങൾ യാത്ര ചോദിക്കുന്നു ഞങ്ങൾ സമ്മതിച്ചാലും യാത്ര ചോദിക്കുന്നു ഞങ്ങൾ സമ്മതിച്ചാലും യാത്ര ചോദിക്കുന്നു ഞങ്ങൾ സമ്മതിച്ചാലും സന്താനങ്ങൾ ധനം സൗഖ്യം സന്താനങ്ങൾ ധനം സൗഖ്യം സന്താനങ്ങൾ ധനം സൗഖ്യം ആദിയായുള്ള അഭിഷ്ടങ്ങൾ താഴെ ഇറങ്ങി മനോഹരമായ പമ്പ നദിയാണ് ഇത്. ഈ വള്ളസദ്യക്കാർ വന്ന വള്ളം അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ അവർ യാത്രയൊക്കെ പറഞ്ഞ് ഈ വഞ്ചിയിൽ കയറി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ വഞ്ചിപ്പാട്ടും വള്ളസദ്യയും എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞു നിന്നു. അടുത്ത വർഷം കൂടി വരണം എന്നെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചു പോയി. ഈ സമയം ഞാൻ വൈശാലി ട്രാവൽസിനോട് നന്ദി പറയുകയാണ്. അവർ ഇങ്ങനെ ഒരു യാത്ര പരിപാടി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ആറന്മുള വള്ളസദ്യ കാണാനും അനുഭവിക്കാനും സാധിച്ചത്. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. ഇത്രയും ആളുകളുടെ കൂടെ ഈ ബസ് യാത്ര ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അടുത്തൊരു നല്ല വീഡിയോയുമായി ഉടനെ തിരിച്ചു വരാം. അതുവരെ ബൈ.